ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ അഭിമുഖം CNN പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അഭിമുഖത്തിൽ സുപ്രധാനമായ പല കാര്യങ്ങളും നെതന്യാഹു പറയുന്നുണ്ട്. നാറ്റോ സമ്മിറ്റിന് പങ്കെടുക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അങ്കാറയിലാണ്, തുർക്കിയിലാണ്. രാജകീയമായ വരവേൽപ്പാണ് ട്രംപിന് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ നൽകിയത്. F-35 വിമാനങ്ങൾ വിൽപ്പന നടത്താനും US പ്രസിഡന്റ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. 2019 റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിയതിൻ്റെ പേരിൽ F-35 വിമാനങ്ങൾ വിലക്കിയിരുന്നു. അത് വിൽക്കുകയില്ല എന്ന് അമേരിക്ക തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വലിയ ആശങ്കയിലാണ് നെതന്യാഹു പറയുന്നത് അമേരിക്കയുടെ ഈ തീരുമാനം ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ടാണ്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. അമേരിക്കയോട് എപ്പോഴും വെറുപ്പുള്ള, ഇസ്രായേലിനോട് എതിർപ്പുള്ള ഒരു രാജ്യമാണ് തുർക്കി മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് F-35 വിമാനങ്ങൾ നൽകുന്നത് ഉചിതമായിരിക്കില്ല. ട്രംപിൻ്റെ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് വലിയ ദോഷം ഭാവിയിൽ ചെയ്യുമെന്നാണ് നെതന്യാഹു അഭിമുഖത്തിൽ പറയുന്നത്. നെതന്യാഹു ഇത് പറയാൻ പ്രത്യേകമായ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇറാൻ ആക്രമണം നടത്തിയ ശേഷം ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു രാജ്യമായിരുന്നു തുർക്കി. തങ്ങൾക്ക് നേരെ ഭാവിയിൽ ഭീഷണിയായി വരാനുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാമത് ഉള്ളത് തുർക്കിയായിരുന്നു. ഇറാനിൽ ആക്രമണം നടത്തി ഭരണമാറ്റമുണ്ടാക്കി തേരാളികളായി നിൽക്കുന്ന അമേരിക്കക്കും ഇസ്രായേലിനും അടുത്ത തവണ കീഴ്പ്പെടുത്താനുള്ളത് തുർക്കിയായിരുന്നു അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് അല്ലെങ്കിൽ നെതന്യാഹുവിന് ഈ വിഷയത്തിൽ വലിയ ഒരു കൺസേൺ ഉണ്ടാകുന്നത്. തുർക്കിയും അമേരിക്കയും അടുക്കുന്നത് വലിയ ഭീതിയോടെയാണ് ഇസ്രായേൽ കാണുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു കാണുന്നത്. എന്നാൽ അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ സോഫ്റ്റായ നിലപാടാണ് നെതന്യാഹു സ്വീകരിക്കുന്നത്. ഇറാനുമായി അമേരിക്ക ഉണ്ടാക്കിയ MOUവിനെ തള്ളിപ്പറയാൻ നെതന്യാഹു തയ്യാറാകുന്നില്ല. അമേരിക്കൻ ജനതയുടെ താല്പര്യത്തിനെതിരെ നിലകൊണ്ട് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ അമേരിക്കക്ക് ട്രംപിന് സാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് നെതന്യാഹു എത്തിയിരിക്കുന്നു. അമേരിക്കയെ, ട്രംപിനെ പിണക്കി മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്കും നെതന്യാഹു എത്തിയിട്ടുണ്ട്. അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തനിക്ക് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രായേലിനോടും ട്രംപിനോടും വളരെ അനുകൂല സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രോപ്പഗണ്ട ചാനലാണ് CNN. അമേരിക്കയിൽ ഉയരുന്ന ഇസ്രായേൽ വിരുദ്ധ വികാരത്തെക്കുറിച്ച് CNN നെതന്യാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഇസ്രായേലിന് വേണ്ടി വാദിച്ചിരുന്ന, ഇസ്രായേലിന് ഫണ്ട് നൽകിയിരുന്ന, ഇസ്രായേലിൻ്റെ കോസിന് വേണ്ടി നിലകൊണ്ട പല പാർലമെൻറ്റ് മെമ്പർമാരും ഇപ്പോൾ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നു. ഇസ്രായേലിനെതിരെയുള്ള നറേഷനുകൾ ടിക്ടോക്ക് ആളുകളിലേക്ക് എത്തിക്കുന്നു. ആ ടിക്ടോക്ക് കാണുന്ന യുവ ജനങ്ങൾക്കിടയിൽ ഇസ്രായേലിനെതിരെ രോഷമുണ്ടാകുന്നു, അമേരിക്കക്കെതിരെ രോഷമുണ്ടാകുന്നു എന്നാണ് നെതന്യാഹു പറയുന്നത്. അഗ്രസീവായ ഒരു പൊസിഷനിൽ നിന്ന് ഒരു പരാജിതൻ്റെ വളരെയധികം കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നെതന്യാഹു മാറിയിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് പ്രകടമാണ്. F-35 വിമാനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നെതന്യാഹു നടത്തിയ വിമർശനങ്ങളെ തള്ളിക്കൊണ്ടാണ് ട്രംപ് അങ്കാറയിൽ പ്രതികരിച്ചത്. ട്രംപ് പറഞ്ഞത് തുർക്കി ഏറ്റവും വലിയ രാജ്യമാണ്, അവർ വലിയ സൈനിക ശക്തിയാണ്, തുർക്കിയെ അവഗണിക്കാൻ കഴിയില്ല. ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ തുർക്കി ഇസ്രായേലിനെതിരെ തിരിയുമായിരുന്നു, ബീബിക്കെതിരെ തിരിയുമായിരുന്നു. ഈ യാഥാർത്ഥ്യം ഇസ്രായേൽ മനസ്സിലാക്കണം. ഞാൻ ഈ പക്ഷത്തുള്ളത് കൊണ്ടാണ് തുർക്കി ഇസ്രായേലിനെ ആക്രമിക്കാത്തത്. അല്ലെങ്കിൽ
എന്നേ ഇസ്രായേലിനെ തുർക്കി വകവരുത്തുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല സഖ്യകക്ഷിയാണ് തുർക്കിയെന്നും ഉർദുഗാനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആരോപണങ്ങൾ തള്ളിയത്. ചൈനയിലെ ഷീ ജിൻപിങ്ങും അതോടൊപ്പം തുർക്കിയിലെ ഉർദുഗാനും തൻ്റെ പക്ഷത്താണെന്നാണ് ട്രംപ് അവിടെ വെച്ച് അവകാശപ്പെട്ടത്. ടിക്ടോക്കിനെതിരെയുള്ള വിമർശനത്തെയും ട്രംപ് തള്ളിക്കളയുന്നു. ടിക്ടോക്കിലും ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് തനിക്കാണ്, അതുകൊണ്ട് ടിക്ടോക്ക് അമേരിക്കക്കും ട്രംപിനും എതിരാണ് എന്ന വാദം അദ്ദേഹം തള്ളിക്കളയുന്നു. അങ്ങനെ ചൈനയെയും തുർക്കിയെയും വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് സമ്മേളനത്തിൽ ട്രംപ് കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ ഇറാനെ അതിനിശിതമായി വിമർശിക്കാനും അവർ ചതിയന്മാരാണ് എന്ന രീതിയിലാണ് ട്രംപ് അവിടെ വെച്ച് സംസാരിച്ചത്. MOUവിൽ നിന്ന് പിന്നോട്ടു പോകും എന്നാണ് ട്രംപ് അങ്കാറയിൽ വെച്ച് പറഞ്ഞത്.